السلام عليكم أيها الطلاب الكرام كيف حالكم؟ زين الحمد لله بارك الله فيكم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണല്ലോ? അല്ലാഹു ഖൈർ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് നമ്മുടെ +1 അറബിക് പാഠപുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ എടുക്കുന്ന പാഠത്തിൻ്റെ പേര് ഔഹനുൽ ബുയൂത്ത്. നമ്മുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠമാണ് ഔഹനുൽ ബുയൂത്ത്, ദുർബല ഭവനം. പലപ്പോഴും ആളുകൾ ഒരു പുരുഷന് കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണിൻ്റെ പല വിഷയങ്ങളും പലരും അന്വേഷിക്കാറുണ്ട്. ചിലർ മതം അന്വേഷിക്കും, പെണ്ണ് നല്ല ദീനിയുള്ള മതബോധമുള്ള പെണ്ണാണോ എന്ന് അന്വേഷിക്കും. ചിലർ സാമ്പത്തിക ഭദ്രത അന്വേഷിക്കും. ചിലർ നല്ല കുടുംബമാണോ എന്ന് അന്വേഷിക്കും. ചിലർ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണോ എന്ന് അന്വേഷിക്കും. ജോലിയുള്ള പെണ്ണാണോ എന്ന് അന്വേഷിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഈ കഥയിലൂടെ നമ്മുടെ കഥാകാരിയായിട്ടുള്ള ഹനാൻ ലഹാം എന്ന എഴുത്തുകാരി നമ്മളോട് പറയുന്നത്, പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ അവരുടെ മതബോധമാണ്, ദീനീ ചിട്ടയാണ്, അതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നൊരാശയമാണ് ഈ കഥയിലൂടെ നമ്മുടെ എഴുത്തുകാരി നമുക്ക് നൽകുന്ന പാഠം. അപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് പാഠം മുഴുവനായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് പാഠഭാഗം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പാഠപുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? ഔഹനുൽ ബുയൂത്ത്, ദുർബല ഭവനം. നോക്കൂ, 2 സ്ത്രീകളുടെ ഫോട്ടോ നമുക്ക് പാഠപുസ്തകത്തിൽ കാണാം. അതിലൊന്ന് ഉമ്മു സാലിമാണ്. ഉമ്മു സാലിം അഥവാ സാലിം എന്ന യുവാവിൻ്റെ മാതാവ്. അടുത്ത പെണ്ണ് നമ്മുടെ എഴുത്തുകാരിയാണ്, അഥവാ ഉമ്മു സാലിമിൻ്റെ സംസാരം കേൾക്കുന്ന, അവരോടൊപ്പം സംസാരിക്കുന്ന എഴുത്തുകാരി ഹനാൻ ലഹാം. ഇൻഷാ അല്ലാഹ് നോക്കൂ. ഉരീദു ഫതാത്തൻ ജമീലത്തൻ സംസാരം ആരംഭിക്കുന്നത് ഉമ്മു സാലിമാണ്. ഉരീദു ഫതാത്തൻ ജമീലത്തൻ, എനിക്ക് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വേണം. ഫതാത്തൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ജമീലത്തൻ സുന്ദരിയായ. ഉരീദു ഐ വാണ്ട്, എനിക്ക് ആവശ്യമുണ്ട്. തുനാസിബു വലദി സാലിമൻ, എൻ്റെ മകൻ സാലിമിന് ചേരുന്ന, എൻ്റെ മകൻ സാലിമിന് നല്ല ചേരുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ എനിക്ക് വേണം. താബഅത്തു ഉമ്മു സാലിം തുടർന്നുകൊണ്ടേയിരുന്നു. ഹദീസഹ മഈ, എന്നോടത്തുള്ള അവളുടെ സംസാരം, ഞാനുമായിട്ടുള്ള അവളുടെ സംസാരം ഇങ്ങനെ അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. വഖാലത്ത്, എന്നിട്ട് ഉമ്മു സാലിം പറയുകയാണ്, സാലിമുൻ ഷാബുൻ മിസാലിയുൻ, സാലിം ഷാബുൻ മിസാലിയുൻ, നല്ല മാതൃകായോഗ്യനായ ഒരു യുവാവാണ്. തഖറജ മിൻ കുല്ലിയത്തിൽ ഹന്ദസ ബിദർജത്തിൻ ആലിയ, ഉയർന്ന റാങ്കോടുകൂടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവൻ പഠിച്ചു പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പം തഖറജ എന്ന് പറഞ്ഞാൽ പഠിച്ചു പുറത്തിറങ്ങുക. കുല്ലിയത്തിൽ ഹന്ദസ എഞ്ചിനീയറിംഗ് കോളേജ്, ദർജത്തിൻ ആലിയ ഉയർന്ന റാങ്ക്. അങ്ങനെ വബദ യുമാരിസു അമലഹു, അവൻ അവൻ്റെ തൊഴിൽ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. യുമാരിസു എന്ന് പറഞ്ഞാൽ പരിശീലനം, ബദ തുടങ്ങുക, അമലഹു അവൻ്റെ തൊഴിലിൻ്റെ പരിശീലനം തുടങ്ങി. സാലിമിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണ്. സാലിമിൻ്റെ ഉമ്മയായ ഉമ്മു സാലിം, അത് ഉമ്മു സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? സാലിമിൻ്റെ മാതാവ്. മുത്തമസ്സിക്കൻ ബി ദീനിഹി,
അവൻ തൊഴിൽ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അവനത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ? മുത്തമസ്സിക്കൻ ബി ദീനിഹി, അവൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ടും, മുസ്തഖീമൻ ഫി ഖുലുഖിഹി, ഉത്തമ സ്വഭാവത്തിലുമായിട്ട്. അവൻ്റെ സ്വഭാവത്തിൽ യാതൊരു പ്രശ്നവുമില്ല. അവൻ ദീനിൻ്റെ കാര്യങ്ങളും നിസ്കാരവും ഒക്കെ തൊഴിൽ പരിശീലിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ മുറുകെ പിടിക്കുന്നുണ്ട്. യഷ്ഹദു ലഹു അഹ്ലുൽ ഖറിയ, നാട്ടുകാരെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുല്ലുഹും, അവരെല്ലാവരും. ബി അന്നഹു ഖദ് ജമഅദ് ദീന വദ്ദുന്യ, സാലിമാവട്ടെ അവൻ ദീനും ദുനിയാവും സമ്മേളിച്ചവനാണ്. നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ടെന്ത്? സാലിം നല്ല ദീനുള്ള പയ്യനാണ്, അതുപോലെ ദുനിയാവും നല്ല പഠനവും നല്ല പഠിപ്പും ഒക്കെ ഉണ്ട് അവന്, അതോടൊപ്പം മതബോധവുമുണ്ട്. സഹീഹുൻ, അങ്ങനെ ഉമ്മു സാലിം സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഹീഹുൻ, ശരി തന്നെ. അന്നഹു ലാ യംലിക്കുൽ കസീറ, അവൻ ധാരാളമൊന്നും സമ്പാദിക്കുന്നൊന്നുമില്ല ഇപ്പോൾ അവന് വലിയ ജോലിയും വലിയ സമ്പത്തൊന്നും ഇല്ല. ലാക്കിൻ, പക്ഷേ മുസ്തഖ്ബലഹു സാഹിറുൻ, അവൻ്റെ ഭാവി വളരെ ശോഭനമാണ്. അവൻ്റെ ഫ്യൂച്ചർ വളരെ നല്ലതാണ്, ശോഭനമാണ്. സാഹിർ എന്ന് പറഞ്ഞാൽ വളരെ ശോഭനമാണ്, നല്ലതാണെന്നർത്ഥം. ഹദഅത് നഫ്സുഹ, അങ്ങനെ അവൾ സ്വയം ഒന്ന് ആശ്വസിച്ചു. നമ്മുടെ ഉമ്മു സാലിം ഇങ്ങനെ സ്വയം ഒന്ന് ആശ്വസിക്കുകയാണ്. ആശ്വസിച്ചു. വമസഹത് ദുമൂഉൽ ഫറഹ് അല്ലത്തി ഫാദത് മിൻ ഐനിഹ, അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ കണ്ണുനീർത്തുള്ളികൾ, ആനന്ദാശ്രുക്കൾ അവൾ തുടച്ചു. വമസഹത് എന്ന് പറഞ്ഞാൽ തുടച്ചു. ദുമൂഉൽ ഫറഹ്, സന്തോഷത്തിൻ്റെ കണ്ണുനീർ അല്ലെങ്കിൽ ആനന്ദാശ്രുക്കൾ എന്നൊക്കെ പറയാം. അല്ലത്തി, അതായത് ഫാദത്ത് മിൻ ഐനിഹ, അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിട്ടുള്ള. ഫാദത്ത്, ഒഴുകുക. ഹനീഹല്ലക്കി അയ്യത്തുഹൽ ഖാല. അപ്പം ഇതുവരെ ഈ പാരഗ്രാഫ് മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഉമ്മു സാലിമാണ്. അങ്ങനെ നമ്മുടെ എഴുത്തുകാരി പറയുകയാണ്, ഹനീഹല്ലക്കി അയ്യത്തുഹൽ ഖാല, ഹോ അമ്മായി നിങ്ങൾക്ക് മംഗളം. ഹനീഹല്ലക്ക് എന്ന് പറഞ്ഞ ഒരു അഭിനന്ദനാണത്. നിങ്ങൾക്ക് മംഗളം. അയ്യത്തുഹൽ ഖാല, ഹോ അമ്മായി. ഖാലത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി, ബഹുമാനത്തോടെ വിളിക്കുന്നതാണ്. വഖദ് ഖറത്ത് ഐനാക്കി, തീർച്ചയായും നിങ്ങളുടെ ഇരു കണ്ണുകളും കുളിരണിഞ്ഞിരിക്കുന്നു. കണ്ണ് കുളിരണിയുക, സന്തോഷം കൊണ്ട് കുളിരണിയുന്നതിനാണ് എന്താ പറയുക? ഖുറത്ത് അയുൻ എന്ന് പറയാം. അപ്പോൾ വഖദ് ഖറത്ത് ഐനാക്കി, നിങ്ങളുടെ രണ്ട് കണ്ണുകളും കുളിരണിഞ്ഞിരിക്കുന്നു. ബി വലദിക ഷാബൻ സ്വാലിഹൻ, നല്ല സ്വാലിഹായ യുവാവായ നിങ്ങളുടെ മകൻ കാരണത്താൽ, മകനെ കൊണ്ട്. മുഫ്ലിഹൻ ഫി ദാറൈനി ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൃപയാൽ ഇരു വീട്ടിലും വിജയിച്ചവനായ നിങ്ങളുടെ മകൻ. സ്വാലിഹൻ നല്ല, മുഫ്ലിഹൻ എന്ന് പറഞ്ഞാൽ വിജയിച്ചവനായ, ഫി ദാറൈൻ ഇരു വീട്ടിലും, അഥവാ ഇഹലോകത്തും പരലോകത്തും, ബിഇദ്നില്ലാ അള്ളാഹുവിൻ്റെ കൃപയാൽ. വഅദ്ഉല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അൻ യുതമ്മിമ ഫർഹതിക ബി അറൂസിൻ മുഅ്മിനത്തിൻ, നല്ല മുഅ്മിനത്തായ ഒരു വധുവിനാൽ നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാൻ. മുനാസിബത്തിൻ ലിവലദിക്കി, നിങ്ങളുടെ മകന് യോജിച്ച ഒരു മുഅ്മിനത്തായ ഒരു വധുവിനാൽ നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് നമ്മുടെ എഴുത്തുകാരി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉമ്മു സാലിം പറയാണ്, ഖാലത്ത്, ഉമ്മു സാലിം പറയുന്നു, അഥവാ സാലിമിൻ്റെ മാതാവ്, വലാകിന്നനി ഉഅത്തിബുക്കി അലാ ഹാദാ, എന്നാൽ ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ ആക്ഷേപിക്കുന്നു, നിന്നെ ഞാൻ പഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഴുത്തുകാരി, ലിമ യാ ഖാല, എന്തിനാണ് അമ്മായി അത്, എന്തിനാണ് എന്നെ പഴിക്കുന്നത്? ലിഅന്നകി ലാ തുസാഇദീനനി ഫി ഹാദൽ അംർ, ഈ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചിട്ടില്ലല്ലോ, നീ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല. അഥവാ എൻ്റെ മകൻ സാലിമിന് നല്ലൊരു പ്രപ്പോസലൊന്നും കൊണ്ടുവന്ന് നീ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ലല്ലോ എന്ന് ഉമ്മു സാലിം പറഞ്ഞു. ഫബ്തസംതു ലികലാമിഹ,
അപ്പോൾ നമ്മുടെ എഴുത്തുകാർ പറയാണ് ഫബ്തസംതു ലി കലാമിഹ, അവരുടെ സംസാരം എന്നെ ചിരിപ്പിച്ചു. ഫബ്തസംതു, എന്നെ പുഞ്ചിരിപ്പിച്ചു. ലി കലാമിഹ, അവരുടെ സംസാരം. വഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, ഹൽ തഅരിഫീന ഫാത്തിമ, നിങ്ങൾക്ക് ഫാത്തിമയെ അറിയുമോ? ഓരോ പ്രപ്പോസൽ ആര് കൊണ്ടുവരികയാണ്? നമ്മുടെ എഴുത്തുകാരി. ഹൽ തഅരിഫീന ഫാത്തിമ, നിങ്ങൾക്ക് ഫാത്തിമയെ അറിയുമോ? വഹിയ തദൂമു അലാ ജലസാത്തിൽ ഖുർആൻ, അവൾ സദാ ഖുർആനിൻ്റെ സദസ്സുകളിലാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൾ ഖുർആൻ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നവളാണ്. ജലസാത്ത് എന്ന് പറഞ്ഞാൽ സദസ്സുകൾ, തദൂമു എന്ന് പറഞ്ഞാൽ സദാ, സ്ഥിരമായിട്ട്. വതഖ്തഹിമുൽ അഖബാത്ത്, അവൾ കടമ്പകൾ താണ്ടിക്കടക്കുന്നവളാണ്, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവളാണെന്നർത്ഥം. ഫീ സബീലി തഅത്തില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുസരിക്കുന്ന മാർഗത്തിൽ, അതാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന മാർഗത്തിൽ അവൾ ഒരുപാട് പ്രയാസങ്ങൾ, എന്നാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ഖുർആനിൻ്റെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് നല്ല ദീനി ചിട്ടയോടുകൂടി ജീവിക്കുന്നവളാണ് ആര്? ഫാത്തിമ. അവളെ നിങ്ങൾക്കറിയുമോ? ഖാലത്ത് മുസ്തൻകിറത്തൻ, അപ്പോൾ ഉമ്മുസാലിമിന് അവളെ അറിയാം. ഉമ്മുസാലിം പറയാണ്, ഖാലത്ത്, അവൾ പറഞ്ഞു, മുസ്തൻകിറത്തൻ, നീരസത്തോടെ, ഒരു വെറുപ്പോടുകൂടി പറയാണ്. ഉംറുഹ ഇസ്നതാനി വഇശ്റൂന സന, ആ ഉംറുഹ, അവളുടെ വയസ്സ്, ഇസ്നതാനി വഇശ്റൂന സന, 22 അവൾക്ക് 22 വയസ്സുണ്ട്. ഇബ്നി ലം യതജാവസ്, എൻ്റെ മകനാവട്ടെ, ലം യതജാവസ്, അവന് കഴിഞ്ഞിട്ടില്ല, അർറാബിയത വൽ ഇശ്രീൻ, 24 വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ല എൻ്റെ മകന്. 24 ആയിട്ടേ ഉള്ളൂ. അവൾക്കാണ് 22 വയസ്സുണ്ട്, അല്ലെ? 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ലാ ലാ ലാ, നോ നോ നോ, അത് വേണ്ട. ഇന്നഹ കബീറത്തു സിന്ന്, അവൾ വളരെ കൂടുതൽ വയസ്സുള്ളവളാണ്, അവൾ നല്ല വയസ്സുള്ളവളാണ്, അത് വേണ്ട, അത് വേണ്ട. അപ്പോൾ ഫാത്തിമയുടെ പ്രപ്പോസൽ ഉമ്മുസാലിം തള്ളിക്കളഞ്ഞു. ഹസനൻ, അപ്പോൾ നമ്മളെ എഴുത്തുകാരി മറ്റൊരു പ്രപ്പോസൽ കൊണ്ടാണ്. ഹസനൻ, ശരി. ഹാദിഹി റബാബ് ബിൻതുൽ ഹാജ് ഇബ്രാഹിം, ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ഹാദിഹി, ഇതാ, ഇത് നോക്കൂ, റബാബു ബിൻതുൽ ഹാജ് ഇബ്രാഹിം, അൽ ഹാജ് ഇബ്രാഹിമിൻ്റെ മകളായിട്ടുള്ള റബാബാണിത്. ഹാജി ഇബ്രാഹിമിൻ്റെ മകളായിട്ടുള്ള റബാബാണ്. നോക്കൂ. വഹിയ തുത്ഖിനുൽ ഖിയാത്ത, അവളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? വഹിയ തുത്ഖിനു, അവൾക്ക് നന്നായിട്ട് അറിയും, അൽ ഖിയാത്ത, ടൈലറിങ് അറിയാം, നന്നായിട്ട് ടൈലറിങ് അറിയാം. വമിൻ ഉസ്രത്തിൻ തൊയ്യിബ, അവൾ നല്ല കുടുംബത്തിൽ പെട്ടിട്ടുള്ള ആളാണ്, നല്ല കുടുംബത്തിൽ നിന്ന് ഉള്ള ആളാണ്. മുതവാളിയ, വിനയമുള്ളവളുമാണ്, നല്ല വിനയാന്വിതയായ പെണ്ണാണ്. ആര്? റബാബ് ബിൻതുൽ ഹാജ് ഇബ്രാഹിം, ഹാജി ഇബ്രാഹിമിൻ്റെ മകളായ റബാബ്. അപ്പോൾ ഉമ്മുസാലിം പറയാണ്, ഉമ്മുസാലിമിന് ആരെയും അറിയാം, റബാബിനെ അറിയാം. ലാക്കിൻ, പക്ഷേ, ഉമ്മുസാലിം പറയാണ്, ലം തതജാവസ് ഫി ദിറാസത്തിഹ അൽ മർഹലത സാനവിയ, അവൾ സെക്കൻഡറി പഠനം പോലും അവൾ എത്തിയിട്ടില്ല, അവൾ കഴിഞ്ഞിട്ടില്ല, സെക്കൻഡറി പഠനം പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. വബിനി, എൻ്റെ മകനാവട്ടെ, യുഹിബ്ബു അൻ തകൂന സൗജത്തുഹു മുവല്ലിഫത്തൻ, എൻ്റെ മകനാവട്ടെ, അവൻ്റെ ഭാര്യ ഒരു ഉദ്യോഗസ്ഥയാവണമെന്ന്. മുവല്ലഫത്ത് എന്നാൽ ജോലിക്കാരി, ഉദ്യോഗസ്ഥ, ഒരു ജോലിയൊക്കെയുള്ള പെണ്ണായിരിക്കണം എൻ്റെ ഭാര്യ എന്നാണ് എൻ്റെ മകൻ സാലിം ഇഷ്ടപ്പെടുന്നത്. ഇവൾക്കാണെങ്കിൽ സെക്കൻഡറി പഠനം പോലും കഴിഞ്ഞിട്ടില്ല, +2 പോലും കഴിഞ്ഞിട്ടില്ല. ഫമാ, അപ്പോൾ അത് ഒഴിവാക്കി, അത് ഉമ്മുസാലിം സ്വീകരിച്ചില്ല, റബാബിനെയും സ്വീകരിച്ചില്ല. അപ്പോൾ അടുത്ത പ്രപ്പോസൽ കൊണ്ടുവരികയാണ് നമ്മളെ എഴുത്തുകാരി. ഫമാ റഅയുക്കി അൻ ഖദീജ, ഖദീജയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഫമാ റഅയുക്കി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അൻ ഖദീജ, ഖദീജയെ കുറിച്ച്. വഹിയ തദറുസു ഫി മർഹലത്തി സനവിയത്തിൽ ആലിയ, അവൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അഥവാ ഹയർ സെക്കൻഡറിയിൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹയർ സെക്കൻഡറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉമ്മുസാലിമിക്ക് ആരെയും അറിയാം, ഖദീജയും അറിയാം. ഐവാ, അതെ, അതൊക്കെ ശരി തന്നെയാണ്. ഐവാ, ലാക്കിന്നഹ സംറാ, എന്നാൽ അവളാവട്ടെ ഇരുണ്ട നിറമാണ്,
അവൾ കറുത്തതാണ്. ലാക്കിന്നഹ സംറ, അവൾക്ക് അവളുടെ കളറ് വളരെ ഇരുണ്ടതാണ്. വേണ്ട, അതും ഒഴിവാക്കി. ഉടനെ തന്നെ അടുത്ത പ്രപ്പോസൽ കൊണ്ടുവരാണ് നമ്മുടെ എഴുത്തുകാരി. സുമയ്യ, സുമയ്യയോ? സുമയ്യയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലതല്ലേ സുമയ്യ? അപ്പോൾ ഉമ്മുസാലിം പറയാണ്, ഉമ്മുസാലിമിക്ക് ആരെയും അറിയാം, സുമയ്യയും അറിയാം. സാമഹക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തെരുമാറാവട്ടെ. ഇന്നഹ ഖസീറ, അവൾ വളരെ കുള്ളയാണ്. അവൾക്ക് തീരെ ആയിട്ടില്ല, കുള്ളത്തിയാണ്. ഖസീറത്തുൻ ജിദ്ദൻ, വളരെ വളരെ കുള്ളയാണ്, തീരെ ആയിട്ടില്ല. അപ്പോൾ ഉമ്മുസാലിം നല്ല നീളമുള്ള, നല്ല സുന്ദരിയായ, നല്ല സാമ്പത്തികവും അതും ഒക്കെ ഉള്ള ഒരു പെണ്ണിനെയാണ് ആരാഗ്രഹിക്കുന്നത്? ഉമ്മുസാലിം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ എഴുത്തുകാർ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പ്രപ്പോസലും ഉമ്മുസാലിമിന് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ ഓരോ കാരണം പറഞ്ഞിട്ട് തള്ളി കളഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ജസാക്കുമുല്ലാഹ് ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.